ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻവിൻസിബിൾ ഇഷ്യൂ ടു കോമിക് എക്സ്പ്ലനേഷൻ ആണ്. ഇതിലറിയാം നമ്മുടെ ഒമ്നിമാനിന്റെ ഒറിജിൻ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഒമ്നിമാനെയാണ്. ഒമ്നിമാൻ പറയാണ്, ശരി മോനെ, ഞാൻ മറ്റുള്ള ഫാദേഴ്സിനെ പോലെ എല്ലാം നിനക്കിപ്പോ മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് വർഷങ്ങളായി ഞാൻ ഈ വിഷയം സംസാരിക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. പക്ഷെ നീ ഇപ്പോൾ സത്യം അറിയേണ്ട സമയമായി. ഞാൻ ശരിക്കും എവിടെ നിന്നാണ് വരുന്നത് എന്ന് നിന്നോട് പറയാൻ മാത്രം നീ വളർന്നു കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഒമ്നിമാൻ കഥ പറയാം. ഇവിടെ നിന്ന് ബില്യൺസ് ഓഫ് മൈൽസ് അകലെ സ്പേസിൽ നീല നിറമുള്ള വിക്രം എന്നൊരു ഗ്രഹം. ഞാൻ ജനിച്ചത് ആ പ്ലാനറ്റിലാണ്. അവിടുത്തെ ജനങ്ങൾ മനുഷ്യരിൽ നിന്ന് ഫുൾ വ്യത്യസ്തരല്ല. ബട്ട് മനുഷ്യരെക്കാൾ കൂടുതലായി ചില കഴിവുകൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഫ്ലൈ ചെയ്യാനും സൂപ്പർ സ്പീഡും സൂപ്പർ സ്ട്രെങ്തും ഉണ്ട്. നമ്മൾക്ക് വിൽട്രം എന്ന പ്ലാനറ്റിൽ ഒരു പെർഫെക്റ്റ് ഗ്ലോബൽ സൊസൈറ്റി ഉണ്ടായിരുന്നു. അവിടെ അസുഖങ്ങളും ഇല്ല, കൊലപാതകങ്ങളും ഇല്ല, അവിടെ വാറുമില്ല. അതൊരു സ്വർഗമായിരുന്നു. അവിടെ ഒരു പ്രശ്നവും ഇല്ലാത്തതിനാൽ അവിടുത്തെ ഹൈ കൗൺസിൽ സൊസൈറ്റി മടിയന്മാരാവാൻ സമ്മതിച്ചില്ല. നമ്മൾ നമ്മളുടെ ഈ സുഖത്തിൽ മുഴുകി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളെക്കാൾ ലെസ്സർ ഡെവലപ്പായ ജനങ്ങളെ നമ്മുടെ അത്രത്തോളം ഡെവലപ്പ് ആക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് എല്ലാവരും ഏറ്റെടുത്തു. ഹൈ കൗൺസിൽ ഈ ഐഡിയ സമ്മതിച്ചോടെ കൂടി പതുക്കെ വേൾഡ് ബെറ്റർമെന്റ് കമ്മ്യൂണിറ്റിയും ഫോം ചെയ്തു. ഫസ്റ്റ് സ്റ്റേജ് ഡെവലപ്മെന്റിന്റെ ക്രിട്ടിക്കൽ ഘട്ടത്തിൽ നിൽക്കുന്ന പ്ലാനറ്റുകളെ കണ്ടുപിടിക്കൽ ആയിരുന്നു. അതായത് വലിയൊരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതും എന്നാൽ സ്വന്തം ഫ്യൂച്ചർ എന്താകുമെന്ന് ഇതുവരെ ഫുള്ളി ഡിസൈഡ് ചെയ്തതും ആയ പ്ലാനറ്റുകൾ. സെക്കൻഡ് സ്റ്റെപ്പ്, ആ പ്ലാനറ്റിൽ എല്ലാവിധ സ്പേസ് അപകടങ്ങളിൽ നിന്നും നാച്ചുറൽ ആൻഡ് അൺനാച്ചുറൽ ആയ എല്ലാ പ്രശ്നങ്ങളെയും തടയൽ, ഗ്ലോബൽ ഡിഫൻസ് ഇൻസ്റ്റാൾ ചെയ്യലായിരുന്നു സെക്കൻഡ് സ്റ്റെപ്പ്. ലാസ്റ്റ് സ്റ്റെപ്പ്, അവിടുത്തെ സർഫേസിലേക്ക് ഇവിടെ നിന്ന് കുറച്ച് സയന്റിസ്റ്റിനെ അയച്ചു. അവരുടെ സിവിലൈസേഷൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ ഈ ടീം സഹായിക്കുമായിരുന്നു. ഈ ടീം ആ പ്ലാനറ്റിൽ തന്നെ നിൽക്കുകയും അതിന്റെ വളർച്ച മോണിറ്റർ ചെയ്യുകയും ചെയ്യും. വേൾഡ് ബെറ്റർമെന്റ് കമ്മിറ്റി എത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്ത എല്ലാവരും അറിഞ്ഞു. അത് വിൽട്രം എന്ന പ്ലാനറ്റിൽ ഒരു പോപ്പുലർ ജോലിയായി മാറി. എനിക്ക് പ്രായപൂർത്തിയായപ്പോൾ ഞാൻ ആ ജോലിക്ക് പേര് രജിസ്റ്റർ ചെയ്തു. എനിക്ക് റിസർച്ച് കമ്മിറ്റിയിലായിരുന്നു ജോലി കിട്ടിയത്. എന്റെ ജോലി ഞങ്ങളുടെ സഹായം വേണ്ട പ്ലാനറ്റുകളെ കണ്ടെത്തലായിരുന്നു. ആ ടൈം ആയപ്പോഴേക്കും ഞങ്ങളുടെ ഓപ്പറേഷൻ കുറെ എക്സ്പാൻഡ് ചെയ്തിരുന്നു. വേറെ ഒരു പ്ലാനറ്റിൽ നിന്നും മറ്റൊരു പ്ലാനറ്റിലേക്ക് പോകുന്ന മൊബൈൽ ബേസിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. എന്റെ തേർഡ് ഇയർ ഓഫ് സർവീസിൽ ഞാൻ എർത്ത് കണ്ടുപിടിച്ചു. ഞാൻ കമ്മിറ്റിയെ ഒരു ഫിസിക്കൽ ഇൻസ്പെക്ഷൻ നടത്താൻ കൺവിൻസ് ചെയ്തെടുത്തു. ഭൂമിയിലേക്കുള്ള ആ ലോങ് ട്രാവലിൽ ഫുൾ ടൈം ഞാൻ നമ്മുടെ ലോങ് ഡിസ്റ്റൻസ് സെൻസേഴ്സ് ഉപയോഗിച്ച് ഭൂമിയും അവിടുത്തെ ആളുകളെയും കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കുറച്ച് ടൈം കൊണ്ട് അവർ എത്രത്തോളം അച്ചീവ്മെന്റ് നേടി എന്നുള്ളത് കണ്ടപ്പോൾ ഞാൻ അതോറൈസേഷനോട് കാല് പിടിച്ച് പറഞ്ഞു, എർത്തും കൂടി നമ്മുടെ ഇതിൽ ആഡ് ചെയ്യാൻ. പക്ഷെ അത് നമുക്ക് പോവാണ്ട അത്രയും ഡെവലപ്മെന്റ് കുറവുള്ള ഒരു പ്ലാനറ്റ് ആയിരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ അവിടെ നിന്ന് പോയി. ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്കൊരു വലിയ അനുഭവമായിരുന്നു. ഒരു സയന്റിസ്റ്റിന് താങ്ങാനാവുന്നതിനേക്കാൾ കൂടുതലായിരുന്നു അത്. ഭൂമി ഒരു വൈബ്രന്റ് പോലെയായിരുന്നു. മനുഷ്യർ അവരുടെ ഡെയിലി റൂട്ടീൻ ചെയ്യുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവരുടെ കൂടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു ഗ്രേറ്റ് ചോയ്സ് ആണ് എടുത്തതെന്ന്. ഞാൻ എന്റെ മിഷൻ എന്താണെന്ന് പോലും മറന്നുപോയി. പെട്ടെന്ന് അവിടെ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീഴും. അപ്പൊ ഒമ്നിമേൻ പറയാണ്, അത് വളരെ പെട്ടെന്ന് എന്നെ ഓർമ്മിപ്പിച്ചില്ലായിരുന്നെങ്കിൽ. എനിക്ക് എന്റെ മിഷൻ എന്താണെന്ന് ക്ലിയർ ആയതോടെ ഞാൻ എന്റെ വർക്കിലോട്ട് കടന്നു. ഭൂമിയിലെ മനുഷ്യർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ഒരാളുടെ ആവശ്യമുണ്ടായിരുന്നു. അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആണ് ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ നിന്റെ അമ്മയെ കാണുന്നതിന് 1 വർഷം മുന്നേയുള്ള കാര്യമാണിത്. എന്നാൽ അത് മറ്റൊരു സമയത്തെ പറയേണ്ട സ്റ്റോറിയാണ്. എന്നാലും എന്തായിരിക്കും ആ സ്റ്റോറി നമുക്ക് കണ്ടറിയാം. ഇതൊക്കെ ഒമ്നിമേൻ പറയുന്നത് കുട്ടിമാർക്കിനോടാണ്. എന്നിട്ട് ഒമ്നിമാൻ പിന്നെയും പറയണം, ഒറ്റയടിക്ക് ഇതൊക്കെ കേട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. പക്ഷേ സത്യം അറിയാനുള്ള പ്രായം നിനക്കായി. ഇത്രയും എല്ലാ കാര്യങ്ങൾ ഇനിയുമുണ്ട് കുറെ കാര്യങ്ങൾ. മകനെ, നീ ഇപ്പോ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നീ പ്രായപൂർത്തിയാകുന്നതോടുകൂടെ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നിനക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങും. നിന്റെ മുഖത്ത് മുഖക്കുരു വരാൻ തുടങ്ങും. സൗണ്ട് ക്രാക്ക് ആവാൻ തുടങ്ങും. നിനക്ക് പല സ്ഥലത്തും രോമങ്ങൾ വരാൻ തുടങ്ങും. നീ പെൺകുട്ടികളെ വേറൊരു രീതിയിൽ നോക്കാൻ തുടങ്ങും. അതോടൊപ്പം നിനക്ക് സൂപ്പർ പവേഴ്സ് ബിൽഡായി വരാനുള്ള വലിയൊരു സാധ്യതയുമുണ്ട്. സൂപ്പർ സ്ട്രെങ്ത്, സൂപ്പർ സ്പീഡ്, ഫ്ലൈറ്റ്, എനിക്കുള്ള എല്ലാ പവേഴ്സും നിനക്കും കിട്ടും മാർക്ക്. നിനക്ക് മനസ്സിലായോ എന്ന് ആ കുട്ടി മാർക്കിനോട് ചോദിക്കുകയാണ് ഓമ്നിമാൻ. മാർക്കിന് ഇത് അധികമൊന്നും മനസ്സിലായെങ്കിലും മാർക്ക് ചോദിക്കുകയാണ്, എനിക്ക് പറക്കാൻ പറ്റുമോ? അപ്പൊ ഇപ്പോഴത്തെ പ്രസന്റ് മാർക്ക്, യാ ഐ ക്യാൻ ഫ്ലൈ. പണ്ട് മാർക്കിനോട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തതാണ് മാർക്ക് ഇപ്പോ എന്നും പറഞ്ഞ് മാർക്ക് വീട്ടിൽ നിന്ന് ആ കിടക്കുമ്പോ ഇട്ട ഡ്രസ്സ് ഇട്ട് തന്നെ പറന്നു പോവാണ് സിറ്റിക്ക്. അപ്പൊ അവിടെ ഒരു ടോയ് ഷോപ്പിൽ മാർക്ക് എന്തോ കാണുന്നു. അപ്പൊ അവിടെ ഒരു വില്ലൻ ഗെയിം ബോക്സസ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവനെ വന്ന് അറ്റാക്ക് ചെയ്യാണ് മാർക്ക്. പക്ഷെ മാർക്ക് അവനെ അടിക്കുന്നതിന് മുന്നേ മാർക്കിന് അവന്റെ അടി കിട്ടി പറക്കാണ് മാർക്ക്. മാറി നിൽക്ക് അവിടെ നിന്ന് എന്നും പറഞ്ഞു. അപ്പൊ അവൻ, നീ ഉറങ്ങാണ്ട് കുറെ നേരം കറങ്ങി നടക്കുന്നുണ്ടല്ലോ. അപ്പൊ മാർക്കും, ശരിക്കും അതെ,
പിന്നെ ഇവർ രണ്ടുപേരും പിന്നെ മേടിക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് അവരുടെ നടുക്കൊരു എക്സ്പ്ലോഷൻ നടക്കാണ്. അവിടെ ഒരു പറക്കുന്ന വണ്ടിയിൽ ഒരു റോബോട്ടും വേറെ കുറച്ച് സൂപ്പർ ഹീറോസുമായിരുന്നു അത്. അപ്പൊ അവര് പറയും അത് ഒരു ബേബിയാണ്, നിങ്ങൾക്ക് എനിക്ക് ഗോൾഫ് ബോൾ വെച്ച് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയണ്ടല്ലോ, അവന്റെ ഒരു പവറാണ് ഇത്. എന്നിട്ട് അവൻ ചോദിക്കാണ് ആരാണ് ഫസ്റ്റ് തുടങ്ങിയത്. അപ്പൊ പെട്ടെന്ന് ആ വില്ലൻ വണ്ടി പിടിച്ച് എറിയാണ്. ഈ സൂപ്പർ ഹീറോസ് അതിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു, പക്ഷെ ആ വണ്ടി പോയി പൊട്ടിത്തെറിച്ചു. അപ്പൊ റോബോട്ട് പറയാണ് നന്നായി ചെയ്തു റോക്സ്, അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ റോക്സ് സോറി ബോട്ട്, ആ ടൈമിൽ ഒരു നല്ല ഐഡിയ ആണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ബോട്ട് ഇനി മുതൽ നല്ല ഐഡിയാസ് ആലോചിക്കുന്നത് എനിക്ക് വിട്ടതാ. അപ്പൊ ബോട്ടിന്റെ ബാക്കിൽ നിന്ന് മറ്റേ തടിയൻ ഓടി വരാണ്. അപ്പൊ ബോട്ട് പറയാണ് പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ നല്ല ഒരു ഐഡിയ ആവശ്യമായി വരും, അല്ലെങ്കിൽ ഈ തടിയൻ നമ്മളെ അടിച്ച് ഇല്ലാണ്ടാക്കും. പെട്ടെന്ന് മാർക്ക് വന്ന് അവന്റെ മോന്തക്ക് ഒരെണ്ണം കൊടുക്കാണ്. അപ്പൊ അത് കണ്ട് ബോട്ട് ഓ പൊടി നല്ല കാര്യം കേട്ടു. അപ്പൊ ബോട്ട് ഞാൻ റിമോട്ട് വഴി വേറെ ഒരു വണ്ടി ഇങ്ങോട്ട് വരുത്താം, കേറ്റ് നമ്മളെ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാതിരിക്കാൻ നമ്മുടെ ഫ്രണ്ട് മുള്ളറ്റിനെ അവിടെ നിന്ന് മാറ്റിക്കിടത്താൻ പറയാണ് ബോട്ട് കേറ്റിനോട്. അപ്പൊ ആറ്റം ഇവ എന്ന് പറഞ്ഞ ആ ലേഡി സൂപ്പർ ഗേൾ നമ്മളെ മാർക്കിനെ കളിയാക്കി പറയാണ് നൈസ് സൂട്ട് മാൻ. അപ്പൊ മാർക്ക് സോറി അടുത്ത ഒന്നും ഒരു ഫോൺ ബൂത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ മാർക്ക് പിന്നെയും ചോദിക്കണം അല്ല എനിക്ക് നിന്നെ അറിയാമോ. അപ്പൊ അവൾ എനിക്ക് അറിയോ, നിന്നെ കണ്ടിട്ട് പരിചയമുള്ളത് പോലെയുണ്ട്. അപ്പൊ ബോർഡ് ശരി നമ്മളെ വണ്ടി വന്നു, പക്ഷെ നമ്മ പോകുന്നതിന് മുന്നേ ഒരു ചെറിയ പരിചയപ്പെടുത്തൽ ആവശ്യമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ടീം ഞാൻ റോബോട്ട്, നീ ഇപ്പൊ കണ്ടത് ആറ്റം ഇവനെയാണ്, ഇത് റെക്സ്പ്ലോഡ്, പിന്നെ ഇത് ഡ്യൂപ്ലിക്കേറ്റ്, ഇതൊക്കെയാണ് നമ്മുടെ ടീം. അപ്പൊ നീ ആരാണ്. അപ്പൊ മാർക്ക് ഐ ആം മാർക്ക് അല്ല ഇൻവിൻസിബിൾ. അപ്പൊ അവര് അവിടെ നിന്ന് പറന്നു പോവാണ്. മാർക്ക് നിങ്ങളെ കണ്ടതിൽ സന്തോഷം, പിന്നെ കാണാമെന്ന് പറഞ്ഞ് ആറ്റം ഇവ് പിന്നെ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാർക്കിന്റെ സ്കൂളാണ് കാണിക്കുന്നത്. എന്നിട്ട് മാർക്ക് പറയാണ് ആ എനിക്ക് അറിയായിരുന്നു. അപ്പൊ ആ പെണ്ണ് തിരിഞ്ഞിട്ട് പറയാണ് ഹാ നീയാണോ നമ്മ ഫിസിക്സ് ക്ലാസ്സിൽ എപ്പോഴും ഒരുമിച്ച് ആയിരുന്നില്ലേ, ശരിയല്ലേ മാർക്ക്. അപ്പൊ മാർക്ക് ഈ കാര്യം നിനക്ക് മാത്രം അറിയാവുന്ന രീതിയിൽ വെക്കാൻ പറ്റുമോ, നിന്റെ ടീമിലുള്ള ആർക്കാണ് എപ്പോഴാണ് ഭ്രാന്ത് പിടിച്ച് വില്ലനാവുന്നത് എന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ ഈ അത് കോമിക് ബുക്സിലേ നടക്കൂ. അപ്പൊ ഈ സേഫായി കളിക്കുന്നതാണ് നല്ലത്, ഇവൻ ഇന്നലെ ഉറങ്ങാത്തതുകൊണ്ട് കോട്ടുവായി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മാർക്ക് ഇതിനൊക്കെ സോറി, രാത്രി ഇത്രയും വൈകുന്ന പരിപാടികൾ എനിക്ക് ഒട്ടും ശീലമില്ല, ഞാൻ പുതിയതാണ്, 2 മാസം ആയിട്ടുള്ളൂ. അയ്യോ പതുക്കെ, നിനക്ക് ഇത് ശീലമായിക്കോളും, സൂപ്പർ ഹീറോകൾ ചെറുപ്പത്തിലെ കോഫി കുടിച്ചു തുടങ്ങുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ ഈ ഇന്നലെ രാത്രി ഉണ്ടായ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ഇന്ന് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമിൽ കയറാമെന്ന് ഈ അവരുടെ ടീമിലേക്ക് മാർക്കിനെ വിളിക്കുന്നു. അപ്പൊ മാർക്ക് എനിക്ക് വരാൻ സന്തോഷമേ ഉള്ളൂ എന്ന് മാർക്ക്. അങ്ങനെ മാർക്ക് അവരുടെ ടീമിൽ കയറി. അപ്പൊ ഈവിനോട് മാർക്ക് നമ്മൾ എന്തിനാ ഇങ്ങോട്ട് പുറത്തേക്ക് പോകുന്നത്, നിന്റെ ടീമിന്റെ സീക്രട്ട് ബേസിലേക്ക് പോകാൻ നീ ബസ്സാണോ യൂസ് ചെയ്യാറ്. അപ്പൊ ഈ നീ എന്നെ കളിയാക്കണോ, എനിക്ക് പറക്കാൻ പറ്റും. അപ്പൊ ഈ വേഗം വാ നമുക്ക് അവിടെ ചെന്ന് ഡ്രസ്സ് മാറും. മാർക്ക് അപ്പൊ നീ ഇവിടെ എപ്പോഴും വരാറുണ്ടോ. അപ്പൊ ഈ എല്ലാ ദിവസവും. മാർക്ക് പൊള്ളി സ്ഥലം. ഈവ് സ്വന്തം സൂട്ടൊക്കെ ഈ ഈവിന്റെ പവേഴ്സ് വെച്ച് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈവ് ചോദിക്കാണ് ഇവിടെ അടുത്ത് ഇതുപോലെ അപാണ്ടനായ ഏതെങ്കിലും സ്ഥലം നിനക്ക് അറിയാമോ. ഈവ് സൂട്ട് ഇടുന്ന കണ്ട് മാർക്ക് വാവ് അത് വളരെ പെട്ടെന്നായിരുന്നു. ഈവ് താങ്ക്സ്, എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഇപ്പോൾ നമ്മൾ കോസ്റ്റ്യൂമിലായ സ്ഥിതിക്ക് ആരും കാണാതെ നമ്മൾ ഇവിടെ നിന്ന് പുറത്ത് കിടക്കുമെന്ന്. അപ്പൊ ഈവ് മാർക്കിനോട് പറയാൻ ആൾക്കാർ റയറായി മേലോട്ട് നോക്കൂ എന്ന് പറഞ്ഞ് ഈവും മാർക്കും അവിടുന്ന് പറന്നു പോവാണ്. അപ്പൊ അവർ അവരുടെ സീക്രട്ട് ബേസിൽ എത്തിയപ്പോൾ മാർക്ക് ബ്രിഡ്ജ് ആണല്ലേ. അപ്പൊ റോബോട്ട് നിങ്ങൾ ലേറ്റ് ആയി, നമ്മുടെ മുന്നത്തെ രാത്രിത്തെ ഫ്രണ്ടും നിന്റെ ഒപ്പം ഉണ്ടല്ലേ, നല്ലത്, ഇപ്പൊ അതിനേലും നല്ല കോസ്റ്റ്യൂം അവൻ ഇട്ടു. കെയ്റ്റും റെക്സും വേറെ മിഷന് പോയേക്കാണ്, ഇവനെ കൊണ്ട് രാത്രി നല്ല ഉപകാരം ഉണ്ടാവും എന്ന് മാർക്കിനെ നോക്കി റോബോട്ട് പറയാണ്. അപ്പൊ റോബോട്ട് ഞാൻ മോളറോടെ ഇന്നലത്തെ രാത്രിയിലെ മെമ്മറി റീസ് ചെയ്തു, അവൻ കൊള്ളയടിച്ച കളിപ്പാട്ടക്കടയുടെ അവിടെയാണ് അവനെ വിട്ടത്, അവൻ ഇപ്പൊ കൺഫ്യൂഷനിലായിരിക്കും, അവൻ നമ്മളെ അവന്റെ ബേസിലേക്ക് കൊണ്ടുപോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ വീഡിയോ ഗെയിം സിസ്റ്റങ്ങൾ വെച്ച് അവൻ എന്താണ് ചെയ്യാൻ പോയത് എന്ന് മനസ്സിലാവും. ഞാൻ ഇവിടെ നിന്നാണ് അവനെ ട്രാക്ക് ചെയ്യുന്നത്, പക്ഷെ അവൻ അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ആ സ്ഥലത്ത് ഉണ്ടായിരിക്കണം, നിന്നെ കൂട്ടാതെ പോവേണ്ടി വരുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. അപ്പൊ അവനെ കാണിക്കാം ഇവിടെ തന്നെ. അപ്പൊ അവിടുത്തെ സയന്റിസ്റ്റ് നീ എവിടെയായിരുന്നു, നമുക്ക് ആ പ്രൊസസർ ആവശ്യമുണ്ട്, നമുക്ക് ആ റോബോട്ടിനെ പവർ ചെയ്യാൻ സാധിക്കില്ല ഈ പുതിയ ഷിപ്മെന്റ് ഇല്ലാതെ. അപ്പൊ അവൻ എനിക്ക് അറിയില്ല എന്താ സംഭവിച്ചതെന്ന്, ലാസ്റ്റ് മിനിറ്റ് ബ്ലറാണ്, എനിക്ക് ഓർമ്മയുള്ളത് പുതിയ ഷിപ്മെന്റ് എടുക്കാൻ പോകുന്നതാണ് ടോയ് ഷോപ്പിൽ, പിന്നെ ഒന്നും ഓർമ്മയില്ല. അപ്പൊ ഞാൻ ഇങ്ങ് പോകുന്നു എന്ന് പറയാണ് ഇവൻ മറ്റവനോട്. അപ്പൊ ആ സയന്റിസ്റ്റ് നിനക്ക് ഈ വർക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നില്ല, നമുക്ക് ആ എക്സ്ട്രാ പ്രൊസസ്സേഴ്സ് എന്തായാലും വേണം, ആ ഷിപ്മെന്റ് ഇപ്പൊ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, വേറെ കിട്ടണമെങ്കിൽ 1 മാസം എങ്കിലും വെയിറ്റ് ചെയ്യണം. അപ്പൊ അവന് ആ സയന്റിസ്റ്റ് കുറെ റോബോട്ട്സിനെ കാണിച്ചു കൊടുത്തിട്ട് പറയാണ് എനിക്ക് ഉറപ്പില്ല നമ്മുടെ പ്ലാനിന് അത്രേ കാലം വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പെട്ടെന്ന് 3 പേര് അവിടുത്തെ ജനാല പൊളിച്ചുകൊണ്ട് ചാടി വരുന്നു.
എന്നിട്ട് പറയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ആവശ്യത്തിനുള്ളത് കേട്ടെന്ന്. അത് മറ്റാരുമായിരുന്നില്ല, അത് റോബോട്ടും ഈവും പിന്നെ നമ്മുടെ ഇൻവിൻസിബിളും ആയിരുന്നു. അപ്പൊ റോബോ പറയാണ് മറ്റവനെ അത് ആക്ടിവേറ്റ് ചെയ്യുന്നതിൽ നിന്ന് തടയേ, ഞാൻ ഇവനെ നോക്കിക്കോളാം. അപ്പൊ ഈവും മാർക്കും അവനെ തടഞ്ഞ്. അപ്പം മാർക്ക് ചോദിക്കാണ് നിന്നെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് റോബോട്ടുകളെ ആവശ്യമുണ്ടെന്ന് തോന്നാൻ എന്താണ് കാരണം? എന്നിട്ട് മാർക്ക് അവന്റെ മോന്തൊക്കെ നോക്കി വരാണ് കൊടുക്കാണ്. അപ്പൊ റോബോ ഇവിടെ എന്താണ് നീ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല. നിനക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യത്തിലാണ് നീ ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത്. നീ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ഒരു ഇലക്ട്രിക് വയർ എടുത്ത് ഇവന്റെ മേത്തേക്ക് അങ്ങ് വെച്ചു കൊടുക്കാണ് നമ്മുടെ റോബോ. ഷോക്ക് അടിച്ചിട്ടും ഇവന് വലിയ കുലുക്കമൊന്നുമില്ല. അപ്പൊ റോബോ ഇതിനേലും കൂടുതൽ വേണ്ടി വരും ഇവന്, ഇനി കാണാ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഒരു ഇടി വെച്ച് കൊടുക്കാണ് മറ്റവന്റെ മോന്തക്ക്. അപ്പൊ റോബോട്ട് താങ്ക്സ്, നിന്റെ ഹെൽപ്പിന് ഇൻവിൻസിബിൾ വളരെ യൂസ്ഫുൾ ആയി തോന്നുന്നു. നിനക്ക് നമ്മുടെ ഒപ്പം നിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാണ് റോബോ മാർക്കിനോട്. അപ്പൊ മാർക്ക് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാം, ഇത് എപ്പോഴും ഇതുപോലെ ഈസി ആയിരിക്കും. എന്നിട്ട് അവിടുന്ന് കട്ട് ചെയ്ത് ഒരു മാളാണ് കാണിക്കുന്നത്. അവിടെ കുറെ ആൾക്കാരുണ്ട്. അവിടെ ഒരു ആൾ ഒരു ബെഞ്ചിൽ കിടന്നുറങ്ങുകയായിരുന്നു. കോട്ടുവായൊക്കെ ഇട്ട് അയാൾ പതുക്കെ എണീക്കുന്നു. എവിടെയാണ് ഞാൻ എന്നും പറഞ്ഞ് ഷർട്ട് മാറ്റി നോക്കുമ്പോൾ മേത്ത് ബോംബ്. ഒരു സെക്കൻഡ്.